ഇസ്രായേലിൽ മിസൈൽ ഫാക്ടറിയിൽ സ്ഫോടനം, ആയിരക്കണക്കിന് മിസൈലുകൾ കത്തിയമർന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇത്തരം മേഖലയിൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. പലതരത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എങ്ങനെ നടന്നു എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യവും ലോകവും നടുങ്ങിയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഉഗ്ര സ്ഫോടനം നടക്കുന്നു, വലിയ തീപിടുത്തം ഉണ്ടാകുന്നു, പ്രദേശത്തെ മൊത്തം സൈനികർ വളയുന്നു, ആ മേഖലയിലുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിൽ കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ല. പരിക്കേറ്റവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ഒരു വിവരണം സർക്കാർ ഇതുവരെ പുറത്തു വിട്ടിട്ടുമില്ല. ബെയ്ത്ത് സമേഷ് എന്ന് പറയുന്ന മേഖലയിൽ ടോമർ അഡ്വാൻസ്ഡ് പ്രൊപ്പലേഷൻ സിസ്റ്റം എന്ന ഫാക്ടറിയിലാണ് ഈ സ്ഫോടനം നടക്കുന്നത്. മിസൈൽ ഫാക്ടറിയാണ് കാര്യമായിട്ട് ഇവിടെ, അതായത് മിസൈൽ നിർമ്മിക്കുന്ന മേഖലയാണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത്. ആറ്റം ബോംബിന് തുല്യമായിരിക്കുന്ന സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത് എന്ന് പരിസരവാസികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയത് എന്ന് സംശയിക്കുന്നു. സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. വലിയ തീഗോളങ്ങൾ ഉണ്ടാവുകയും പുകപടലത്താലും ശബ്ദത്താലും ആളുകൾ പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെപ്രാളപ്പെട്ട് ഓടുന്ന തരത്തിലായിരുന്നു ഇവിടെ സംഭവങ്ങൾ നടന്നത് എന്നുള്ളത്. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്താ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ മീഡിയകളും പത്രങ്ങളും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവർ പറയുന്നത് ഇസ്രായേൽ പരീക്ഷണം നടത്തുകയാണ് ചെയ്തത്, അതല്ലാതെ സ്ഫോടനം അല്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ സർക്കാരോ പ്രതിരോധ സംവിധാനമോ വിദേശകാര്യ വകുപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇപ്പോഴും നടത്തിയിട്ടില്ല. അന്വേഷിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ മറ്റൊരു പ്രധാനമായിരിക്കുന്ന ചോദ്യം അവിടെ വരുന്നത്, അവിടെ നടത്തിയത് ഇസ്രായേലിൻ്റെ പരീക്ഷണമാണെങ്കിൽ, അത് ആയുധവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണമാണ് നടന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് അത് മുന്നറിയിപ്പായിട്ട് നൽകാതെ? സാധാരണഗതിയിൽ ഇത്തരം സ്ഫോടനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് ജനങ്ങളോടും പൊതുവായിട്ടും ഇങ്ങനൊരു സംഭവം നടത്താൻ പോകുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് സാധാരണഗതിയിൽ സർക്കാർ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സംശയം ഒന്നും കൂടി ബലപ്പെടുകയാണ്. ഇതിനോടനുബന്ധിച്ചിപ്പോൾ ഈ ഇറാൻ അവകാശപ്പെട്ടത് ഇതിന് സമാനമായിരിക്കുന്ന ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ്. ഇറാനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടില്ല. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഇറാൻ്റെ ഭാഗത്തും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയത് എന്ന് ചില മീഡിയകൾ പറയുന്നു. അങ്ങനെയല്ല, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പാടെ ഇസ്രായേലിൻ്റെ മീഡിയകളാണ്, അല്ലാതെ ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ് തലത്തിലുള്ള പ്രതികരണം അല്ല വന്നത്. ഇവിടെ എന്തൊക്കെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് നിർമ്മിക്കുന്ന മേഖലയാണ്. അതുമാത്രമല്ല, മിസൈൽ എഞ്ചിനുകൾ, റോക്കറ്റ് മോട്ടോറുകൾ, ആരോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ഘടകങ്ങൾ അത് വികസിപ്പിക്കുന്ന ഏരിയകളായിട്ടും ഇതിനെ കാണുന്നു. അഥവാ മൊത്തത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനവും യുദ്ധം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന മിസൈലിൻ്റെ സംവിധാനങ്ങളും പിന്നീട് രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട മറ്റ് ആയുധങ്ങളും നിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മിക്കുന്ന അതീവ സുരക്ഷാ മേഖലയും കേന്ദ്രമാണ്. ഈ പരിസരത്തിൻ്റെ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രീതിയിൽ നിയന്ത്രിക്കപ്പെട്ട ഏരിയയാണ്. ഈ ഏരിയയിലേക്കാണ് ആക്രമണം നടന്നത്. ഈ ഏരിയയുടെ ചുറ്റും, അതായത് ഒരു ഫാക്ടറിയിൽ ആയുധം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയുടെ ചുറ്റുഭാഗത്ത് വെച്ചിട്ട് ഒരു പരീക്ഷണം ഒരു രാജ്യവും നടത്തില്ല. അപ്പോൾ എന്ത് മണ്ടത്തരമാണ് ഈ പത്രങ്ങൾ പറയുന്നത് എന്ന ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു. അതിന് മറുപടി വന്നിട്ടുമില്ല. റോക്കറ്റ് ഇന്ധനം ഇവിടെ ഉണ്ടായിരുന്നു, പ്രൊപ്പൽഷൻ മോട്ടോർസ് ഉണ്ടായിരുന്നു, മിസൈലിൻ്റെ അവശിഷ്ടങ്ങളും മിസൈലുകളും ഉണ്ടായിരുന്നു, പരീക്ഷിക്കപ്പെട്ട പല ഘടകങ്ങളും ഈ മേഖല ഉണ്ടായിരുന്നു. ഇതെല്ലാം തീപിടുത്തം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് വലിയ ശബ്ദവും വലിയ സ്ഫോടനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം പറയുന്ന കണക്കിന് ഈ ഫാക്ടറിൻ്റെ ചുറ്റുഭാഗത്ത് 200-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം. അത് അകത്തും പുറത്തുമായിട്ട് വാഹനങ്ങൾ വരുന്ന വാഹനത്തിലെ ഡ്രൈവർമാരായിട്ട്, അതേപോലെ തന്നെ അതിൻ്റെ അകത്തും പുറത്തുമായിട്ട് എഞ്ചിനീയറും മറ്റും ജോലി ചെയ്യുന്നവർ ഏകദേശം ഇത്ര ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ദിവസം അത് എത്ര ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വിവരമില്ല. ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് എത്രത്തോളം വന്നിട്ടുണ്ട്, ആളുകൾക്ക് വലിയ നാശം ഉണ്ടായിട്ടുണ്ടോ, 24 മണിക്കൂറും വലിയ രീതിയിൽ നിരീക്ഷണം നടത്തപ്പെടുന്ന ഒരു ഫാക്ടറിൻ്റെ സമുച്ചയത്തിൽ എങ്ങനെയാണ് ഈ സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് ലോകം ചോദിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യം.
അപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു പോയോ? അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലേ? അമേരിക്കയുടെ ആരോ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ആരോത്തരയൊക്കെ പറഞ്ഞ സംവിധാനം, അതെന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ പ്രസക്തമാണ്. ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് തുല്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ് ഈ ഭാഗത്തു നിന്നാണെങ്കിൽ, അതായത് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഉണ്ടായതെന്ന് സംശയിക്കുന്നു. കാര്യം അന്നും ഇതേപോലെ തന്നെ ഇസ്രായേൽ ഗസയുടെ അതിർത്തി വളരെ കൃത്യമാണ്. അവിടെ 24 മണിക്കൂർ നിരീക്ഷിക്കുന്ന സൈനികരുണ്ട്, ക്യാമറകളുണ്ട്, റഡാർ സിസ്റ്റങ്ങളുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാൾ അനങ്ങിയാൽ പോലും അറിയാൻ വേണ്ടി പറ്റും. അവരുടെ ക്രോസ് ആയിട്ട് സ്ഥാപിക്കപ്പെട്ട ഈ മതിലുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സിസ്റ്റമാണ്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിൻ്റെ രാജ്യത്തേക്ക് കയറാൻ വേണ്ടിയിട്ടും അവരാക്രമിക്കാനും 1200 പേരെ കൊല്ലപ്പെടുത്താനും 250 ആളുകളെ തട്ടിക്കൊണ്ടുപോകാനും വളരെ എളുപ്പത്തിൽ സാധിച്ചു എന്ന് പറയുന്നത് മൊസാദ് വിഭാഗത്തെയും ലോകത്തെയും അതിശയിപ്പിച്ച കാര്യമാണ്. അവിടെ തന്നെ അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. കുറേ പോലീസുകാരൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു, പിന്നൊക്കെ തിരിച്ചെടുത്ത. കാര്യം സൈനികരുടെ ഒരുപാട് കുറവുകളുണ്ടായി. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരെ വിന്യസിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസമുണ്ടായി. ആ റൂട്ടിലൂടെയാണ് പിന്നീട് സഞ്ചരിച്ചത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ ആക്രമണമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച്, അല്ലെങ്കിൽ അന്നത്തെ രാത്രി തന്നെ ഇസ്രായേൽ ലെബനാൻ ആക്രമിച്ചിട്ടുണ്ട്. ലെബനാൻ ഇതിൽ പെട്ടതല്ല എന്ന് ഇസ്രായേൽ പറയുന്നു, എന്നാൽ ലെബനാൻ ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് ഇറാനും പറയുന്നു. അന്ന് തന്നെ ഫസ്റ്റത്തെ ആക്രമണത്തിൽ തന്നെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, 32 പേരെങ്ങാനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ. ഫസ്റ്റ് ആക്രമണത്തിൽ 100 പേര് എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള മരണം നടന്നിട്ടുണ്ട്. പിന്നീട് അത് വലിയ രൂക്ഷമായി. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ മിലിറ്ററി ഫോഴ്സ് അപ്പാടെ തന്നെ എന്ന തരത്തിൽ അവരുടെ ഈ ലെബനാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ച് വലിയ ആക്രമണം നടത്തുകയും വലിയ മരണങ്ങളും നാശങ്ങളും നഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടായി. ആ പ്രത്യാക്രമണം വളരെ കനത്തതായിരുന്നു. 2ലധികം ഇസ്രായേലിൻ്റെ പാലങ്ങൾ തകർത്തു. ഒരു പാലം ലെബനാൻ്റെ തകർത്തു എന്ന് ഇസ്രായേലും പറയുന്നു. ഇവിടെ ഇസ്രായേൽ സൈന്യങ്ങൾ കുടുങ്ങിപ്പോയൊരു സ്ഥിതി ഉണ്ടായി. പരസ്പരം വലിയ രീതിയിൽ അതിർത്തി കേന്ദ്രീകരിച്ച് ഏറ്റുമുട്ടുകളുടെ വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ 20ഓളം സൈനികരെ ഹിസ്ബുള്ള ഗ്രൂപ്പ് പിടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അതായത് അവരുടെ കൈവശത്തിലാണെന്നുള്ളത്. അതിൽ 4 സൈനികരെ അറസ്റ്റ് ചെയ്യുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതുമായിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരും വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, കണ്ടിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇവരുടെ ഓരോരുത്തരുടെയും പേര് വിവരങ്ങളും ഇവർ പറയുന്ന സംസാരങ്ങളും അപ്പോൾ അത് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്രചരിക്കുകയും ചെയ്യും. ഇത് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയമുണ്ടായി. ഇവരുടെ ഈ സൈനികരുടെ ബന്ധുക്കൾ രംഗത്തിറങ്ങി. അവർ ബലി കൊടുക്കാൻ വേണ്ടി തങ്ങൾക്ക് ആഗ്രഹമില്ലെന്നും, എന്തിനാണ് ലെബനാൻ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത്, അത് സ്വന്തം റിപ്പബ്ലിക്കാണ്, സ്വന്തം രാജ്യമാണല്ലോ, നിങ്ങളതിൽ ഇടപെടുന്നു എന്ന് ചോദിച്ച് നഗരത്തിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും തുടങ്ങി. അത് വലിയ പ്രശ്നമായി. അതിനുശേഷം പിന്നീട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെ വിട്ടുതരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്ന് ഈ ചില റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഏറെക്കുറെ തുലനമായിട്ട് നിൽക്കുന്ന രീതിയിൽ, ഇസ്രായേലിൻ്റെ ഭാഗത്തും വലിയ അക്രമം ഇല്ലാത്ത രീതിയിലും ഇവരുടെ കൈവശത്തിൽ 20ഓ അതിൽ കൂടുതലോ സൈനികർ ഉണ്ട് എന്നതിനാലും ഇനി ഒരു വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവന് ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ലെബനാനിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇങ്ങനെയൊക്കെ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ അകത്ത് സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് 2 തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, അടുത്ത ആഴ്ചയെങ്കിലും ഇറാനെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ഏറെക്കുറെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം 1 പ്രതിരോധമാണ്, 2 ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുമാണ്. ഇത് നിരന്തരം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറിയാണ്, നിർമ്മാണ വസ്തുക്കളും പ്രതിരോധ സംവിധാനങ്ങളും. അത് തകർന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികപരമായും ആയുധപരമായുള്ള സുരക്ഷാ മേഖല ഒന്നും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ 2 പ്രാവശ്യമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ആക്രമണം നടന്നത്. ഒരു പ്രാവശ്യം അവരുടെ ചുറ്റുമതിൽ പൊളിഞ്ഞുകൊണ്ട് അതിൽ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. ചില റിപ്പോർട്ടിനകത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു.
അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവരുടെ മേഖല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമായി എന്ന് കാണപ്പെടുന്ന സർവ്വ മേഖലയും നിരീക്ഷണം നടത്തി അതിന് രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അവസരം വരുന്ന സമയത്ത് ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നു. അതിൻ്റെയും കൂടി പ്രതിഫലനമാണ് ഇതെന്നാണ്. റഡാർ സിസ്റ്റം നോക്കിയിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് എടുത്ത കൃത്യമായിരിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോകളോ കൃത്യം ചെയ്തുകൊണ്ട് ഇറാൻ്റെ സഹായത്തോടു കൂടി ഹിസ്ബുള്ള ഗ്രൂപ്പ് തന്ത്രപരമായ രീതിയിൽ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച ലോകാടിസ്ഥാനത്തിന് ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേൽ സുരക്ഷിതമല്ല, ഇറാൻ്റെ സുരക്ഷിതത്വം ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഇറാൻ നൽകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള കൃത്യമാണ്. മറ്റൊരു തരത്തിൽ പറയുന്നത്, മറ്റൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാണ് ഇറാൻ എന്നുള്ളതാണ്. ഇറാൻ അല്ല ചെയ്തത്, ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ഇറാൻ നല്ല വന്നതെന്നുള്ള ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച വല്ല കാരണവശാലോ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാനെ ആക്രമിക്കുന്നൊരു സ്ഥിതി വന്നാൽ അതിൻ്റെ ഭയാനകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാണ് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വിഭിന്നമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.